കുട്ടി ഇന്നലെ നന്നായിട്ട് ഇറങ്ങി. ആദ്യത്തെ ഫസ്റ്റ് ഡേ അത്ര പോരായിരുന്നു. രാത്രി ഒരു 10-15 പ്രാവശ്യം എണീറ്റു. കരച്ചിലൊക്കെ ആയിരുന്നു. രാവിലെ മാള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. ഇന്ന് രാവിലെ സാൻഡ്വിച്ച് ആണ്. ഇന്ന് -6 ആണ് ഇപ്പൊ പുറത്ത്. ഇന്ന് പപ്പ എല്ലാവരും രാവിലെ കൊണ്ടുവിടാന്ന് വെച്ചു. മാളുവിനും എല്ലാവർക്കും ഇന്ന് സെയിം ടൈമാണ്. നാളെ കൊച്ചിനെ 45. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് ഉറങ്ങിയായിരുന്നോ? പപ്പ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇറങ്ങി. ഇന്നലെ ഇച്ചിരി മോശമായിരുന്നു. മിനിങ്ങാന്നല്ലേ? അതായത് പപ്പയുടെ കൊടുത്ത് ജോണിക്കുട്ടിയുടെ കിടക്കണമെന്ന് പറഞ്ഞാണ്. പക്ഷെ എസക്കുട്ടിന്റെ രാത്രി മൊത്തം പപ്പ ഉറങ്ങത്തില്ല അങ്ങനെ ജോണിക്കുട്ടി സ്കൂളിൽ പോയിട്ട് ഇന്നലെ കുറച്ചു നേരം ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അല്ലേ ജോണിക്കുട്ടി? അല്ലേ? ആണോ? ആയന ഇച്ചിരി ഇറങ്ങി പോയി പപ്പട് പറഞ്ഞതോ? കള്ളം പറഞ്ഞാണോ? ഇല്ല. എസക്കുട്ടി രാവിലെ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇവന് പാൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ പൊറൊഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ. ഇന്ന് -6 ആണ് ടെമ്പറേച്ചർ. അപ്പോൾ ഇച്ചിരി താമസിച്ചു. ഇപ്പോൾ നടന്നു പോയിക്കുമ്പോൾ താമസിച്ചു പോകും അല്ലേ? രസക്കുട്ടി നന്നായിട്ട് ഉറങ്ങും. മാള് എന്തിയാ മറ്റേ പോലത്തെ തൊപ്പി വയ്ക്കാതെ എന്തിയെ? അതെടുത്ത് വയ്ക്കേ. തിരിച്ച് നടന്നു വരാനുള്ള രസക്കുട്ടി. ഹലോ രസക്കുട്ടി രാവിലെ വണ്ടി കയറുമ്പോൾ ചെറിയൊരു കാഴ്ചയുണ്ട്. മാളുവിനെ സ്കൂളിൽ ഇറക്കി വിട്ടു. ഇനി അടുത്തത് ഇവരെ ഇറക്കി വിടാന്ന് വിചാരിക്കുന്നു. ബൈ നിങ്ങൾ ഇറങ്ങി കേട്ടോ. ഉമ്മ ഓക്കെ ബൈ ചക്കി. ഞാൻ പഠിക്കോളാം. ഓക്കെ രസക്കുട്ടി തന്നെ ബാക്കിലിരുന്നതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കരയായിരുന്നു എൻ്റെ കൊച്ച്. നമുക്ക് ഇറങ്ങാം. എടുത്തപ്പോഴേക്കും കരച്ചിലൊക്കെ അങ്ങ് മാറി. ഒത്തിരി നാളായി കോഫി കുടിച്ചിട്ട്. എന്നാൽ പിന്നെ പിള്ളേരൊക്കെ വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ശരി. ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ വന്നൊരു കോഫി കുടിച്ചേക്കാം. കുറച്ച് നേരം ഇരുന്നിട്ട് പോയേക്കാന്ന് വെച്ചല്ലേ. ഞാൻ കോഫി കുടിക്കുമ്പം രസക്കുട്ടിക്ക് ഒരു സ്മൂത്തി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കഴിക്കേണ്ടതാണ് അവൻ. കരച്ചിലൊക്കെ മാറി. ഇപ്പം ഇവിടുത്തെ കോഫിക്ക് നേരത്തെ പൈസ കുറവായിരുന്നു. ഇപ്പോൾ കൂടി. വലിയ കോഫിക്കാണെങ്കിൽ €3.50. ചെറിയ കപ്പിനാണെങ്കിൽ €3.10. കൊച്ചിനെയും കൂടെ വന്നിട്ട് അവർ കോഫി ഇവിടെ കൊണ്ടു തന്നു. രസക്കുട്ടിൻ്റെ ഡ്രസ്സൊക്കെ മാറണ്ടേ? പിള്ളേർക്കൂടെ കളിക്കാൻ സ്ഥലമുണ്ട്. പക്ഷേ ഇവർ തന്നെ വിടാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം പോകാൻ സാധ്യതയില്ല. എന്നാ നോക്കണേ. വീട്ടിൽ ചെന്നാലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഓക്കെ ഒരു കോഫി കുടിച്ചേക്കാൻ തോന്നി. സാധാരണ അങ്ങനെ കോഫി കുടിക്കാൻ അങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് ഒരു ഫീൽ തോന്നാറുള്ളൂ. പിന്നെ ഇവനെ കൊണ്ട് പോന്നു. രാവിലെ ആൾക്കാർ കുറവാണ്. ഞാനൊരു സാൻഡ്വിച്ച് എടുത്തു. വീട്ടിൽ ചെന്ന് ഉണ്ടാക്കി കഴിക്കണ്ടല്ലോ എന്നോർത്ത്. ഇഷ്ടപ്പെട്ടോ? അവൻ എന്താ നിന്നിട്ട് കഴിച്ചു. അവന് വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ വന്നപ്പോൾ പാൽ കൊടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ വണ്ടിയിൽ നിന്ന് കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ പിള്ളേർ പെട്ടെന്ന് മറക്കും. ഇപ്പോൾ ചുക്ക് പോയ ആദ്യത്തെ ദിവസം ഭയങ്കരമായിട്ട് അവന് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കൂളായി. ആദ്യത്തെ നൈറ്റ് ഭയങ്കര പാടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഉണ്ടായ സമയം മുതൽ രാത്രി ഒത്തിരി പാല് കുടിക്കുമായിരുന്നു. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അവൻ ആകെ മൊത്തം 2 പ്രാവശ്യം എണീറ്റുള്ളൂ. അത് ലോങ് ആയിട്ടുള്ള സ്ലീപ്പായിരുന്നു പുള്ളിയുടെ. അതുകൊണ്ട് പിന്നെ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. അടിപൊളിയായിരുന്നു അല്ലേ? നല്ല മിടുക്കനായിരുന്നു. കൂടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് പോകാം. പുള്ളി അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. കോഫി കൂടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം അത്യാവശ്യം വെട്ടമൊക്കെ വെച്ച് തുടങ്ങി. എസക്കുട്ടിന് ഇഷ്ടമില്ലാത്തത് കാറിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഇരിക്കാനാണ്. പെട്ടെന്ന് നമ്മൾ വീട്ടിലെത്തും കേട്ടോ. നല്ല കരച്ചിലാണ്. പക്ഷേ ഇവിടുന്ന് നമുക്കൊരു 2 കിലോമീറ്റർ ഉള്ളൂ വീട്ടിലേക്ക്. വരുന്നോ? പോവാന്നില്ലേ? കാർ സീറ്റ് ഇരിക്കാൻ മടിയാ അല്ലേ? ബാ. കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇത്. അന്ന് പെയ്ത സ്നോ, കഴിഞ്ഞ ദിവസം പെയ്ത സ്നോ എല്ലാം അതേപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്.
വിൻ്റർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള രാജ്യത്ത് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ ജാക്കറ്റ് ഇടിപ്പിക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്. വലുതായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ അവരങ്ങ് ഇട്ടോളും. എന്നാ പറ്റിയേ? എന്നാ പറ്റും? ഇച്ചിരി കരച്ചിലായിരുന്നു രാവിലെ. ഇപ്പോൾ പുറത്ത് പോയിട്ട് വന്നതിൻ്റെ ജാക്കറ്റ് ഊരാൻ നേരത്ത്. അപ്പോൾ നമ്മൾ മടി പിടിച്ച് ജാക്കറ്റ് ഇടണമല്ലോ, അത് കരയൂലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ ചിലപ്പോൾ പോകാൻ മടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യവും നടക്കത്തില്ല. എന്തായാലും നമ്മളിവിടെ ജീവിക്കണ്ടേ അല്ലേ? പുറത്തൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് ഷോർട്ട് ടൈമിൽ പുള്ളി ഉറങ്ങി. ഇങ്ങനെ നമ്മുടെ പിള്ളേരുടെ ഓരോ സ്റ്റേജ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിൽ പോലും ഈ ഒരു സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാത്ത സമയത്ത് പറ്റി നമ്മളോട് ചേർന്ന് കിടക്കത്തില്ലേ, ഇവരുടെ ചൂട് നമുക്കും കിട്ടും, നമ്മുടെ ചൂട് ഇവർക്കും കിട്ടി, ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സ്റ്റേജും ഇഷ്ടമാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഒരു ഏജിലുള്ള ഇത് അല്ലെങ്കിൽ നമ്മൾ പറ്റി ഇങ്ങനെ കിടക്കും. ചിലപ്പോൾ സമയത്തൊക്കെ നമ്മുടെ മുഖത്തോട് ഇങ്ങനെ മുഖമൊക്കെ മുട്ടിച്ച് ഇങ്ങനെ അനങ്ങാണ്ട് കിടക്കും. ഒന്ന് പുറത്ത് പോയി വന്നതിൻ്റെ ഗുണമാണേ. ഓൾമോസ്റ്റ് പുള്ളി ഒരു 3 മണിക്കൂറോളം ഇറങ്ങി. സമയം 12:10 പതുക്കെ ഒന്ന് കണ്ടു പറഞ്ഞിട്ടുണ്ട്. പുറത്ത് പോയി ഫ്രഷ് എയർ കൊണ്ട് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഉറക്കം കിട്ടും. സെക്യൂരിറ്റി അങ്ങനെ 3.5 മണിക്കൂറോളം മുകളിൽ ഉറങ്ങി. ഇപ്പോൾ എണീറ്റു. എന്നാ സെക്യൂരിറ്റി? എന്നാ നന്നായിട്ട് ഉറങ്ങിയോ? ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. ആ സമയം 12:45 പോവാണ്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നത്. പുറത്ത് പോയിട്ട് വന്നാൽ ചെറിയ തണുപ്പൊക്കെ അടിച്ചിട്ട് ടാറ്റയോ ഓ ഇപ്പോൾ തന്നെ ജോണി കുട്ടി വരും. മാള് കുറച്ചുകൂടെ കഴിയും. മാള് ഇന്ന് 5 മണിക്ക് വരത്തുള്ളൂ. ചക്കി 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് വരും. അപ്പം ഞാൻ പുറത്ത് പോകാം, ഇവനെയും കൊണ്ട് പുറത്ത് പോകാൻ ജോണിക്കുട്ടി കൂട്ടിക്കൊണ്ടിരാന്ന് പറഞ്ഞത് നല്ല ഉറക്കം. ടാറ്റ ടാറ്റ. ദേശക്കുട്ടിക്ക് ക്യാരറ്റും ഫിഷും കൂടെ പുഴുങ്ങിയിട്ട് സ്മാഷ് ചെയ്തിട്ട് കൊടുക്കണം. നല്ലതാണോ? നല്ലതാണോ? നല്ലതാ നല്ലതാ. തൊപ്പി അതിന്റെ മുകളിൽ വെച്ചിട്ടാണോ? തണുപ്പടായിരുന്നോ? അവിടെ ഐസ് ഉണ്ടാണേ. നോർമൽ ഐസാണ്. അതിന് വെട്ട് ചവിട്ടി അതിനടിയിൽ വെള്ളമാണ്. ഞാൻ ഇതുകൊണ്ട് ജസ്റ്റ് തൊട്ട് നോക്കി. അപ്പൊ ഒറ്റയ്ക്ക് അത് മുങ്ങിപ്പോയി. അപ്പൊ പെട്ടെന്ന് ഹെസിറ്റേഷൻ പക്ഷെ ഇതിനകത്ത് കയറി പിന്നെ എന്റെ സോക്സ് ഒത്തിരി നാള് മൈനസ് ആയിട്ടിരുന്നാലാണ് അങ്ങനെ ആവത്തുള്ളൂ. അപ്പോൾ ബേബിക്ക് ഫുഡ് കൊടുക്കാം. അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു? ജോണിക്കുട്ടിയുടെ ടീച്ചറിന്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ ഇന്ന്? ടീച്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 4 കാർഡ് ഉണ്ടാക്കി. 4 കാർഡ് ഉണ്ടാക്കിയോ? സ്കൂളിലും ഉണ്ടാക്കി ഒരെണ്ണം. ആണോ? ഞാൻ വീട്ടിൽ 3 ഉണ്ടാക്കി. പിന്നെ ഇവിടെ മാള് പറഞ്ഞ കുഞ്ഞ് ക്യാൻഡിൽ ഉണ്ടാക്കുന്നത് അതും കൊടുക്കും. ചേട്ടായിട്ടൊക്കെ കൊച്ചിന് സന്തോഷം വന്നത്. ഇത് പോസ്റ്റ് ഇല്ലേ ഇപ്പൊ? അപ്പൊ സുവി കാണും എന്തൊക്കെയൊക്കെ എടുക്കുന്നത്. സുവി എന്ന് പറഞ്ഞ ജോണിക്കുട്ടി ടീച്ചറാണ്. ടീച്ചറുടെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടോ പ്രാവശ്യം? ഇനി ഒരു പ്രാവശ്യം നമുക്ക് എടുക്കാം അല്ലേ? നിങ്ങൾക്ക് കാണും. ചേട്ടായിക്ക് ഉമ്മ കൊടുക്കഞ്ഞിട്ട് ഒന്ന് വരണണ്ട. ചക്കര ഹാപ്പിയായോ? ഫുഡ് വേണോ? ഫുഡ് തരാം. ജോണിക്കുട്ടി ടീച്ചറിന്റെ ബർത്ത്ഡേ ആണ് ഇന്നായിരുന്നു. പക്ഷെ ടീച്ചർ ഇന്ന് വരത്തില്ലായിരുന്നു അല്ലേ? അപ്പൊ നാളെ ടീച്ചർ വരും. എന്നെ കൊണ്ടാക്കി കാണുന്ന കാണിച്ചേ. ഓക്കെ തന്നെയാണല്ലേ? ഫ്രണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയ. പക്ഷേ ആരാ ടീച്ചർക്ക് 48 വയസ്സായെന്ന് പറഞ്ഞ ആരാ പറഞ്ഞേ? ചോദിച്ചായിരുന്നു. അകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ എനിക്ക് വീട്ടിലെടുക്കാൻ പറഞ്ഞേ. ഈ പുറകിലൊന്നും ഇല്ല. മോണിക്കുട്ടി കൊറേ കാർഡുകൾ ഉണ്ടാക്കലും കൊറേ ദിവസമായിട്ട് ഇതാണ് പരിപാടി. അതെന്നാ കാർഡ് കാണിച്ചേ? ഹെൽപ്പ് ചെയ്താരാ? ചക്കി ചെയ്തപ്പോ എന്നിട്ട് ഇതുണ്ടാണോ ഇതെല്ലാം കുറച്ച് ഹൈലൈറ്റ് ഇതാണ് ആണല്ലേ? എന്നിട്ട് ഇത് ചെയ്തോണ്ടിരുന്നതാണ്. പക്ഷെ ഡണ്ണല്ല ഇത്. പിന്നെ അത് കാണിച്ചേ. ഇത് ഡണ്ണല്ല, ഇത് ചെയ്യണം. ഇത് ഇഷ്ടമായ ഇതാണല്ലോ. എന്നിട്ട്
രസക്കുട്ടി കാണുന്നുണ്ടോ? ജോണിക്കുട്ടി ടീച്ചറിന് ഇതെല്ലാം ചെയ്യുന്നതാണ്. മാളു എന്നെ ഹെൽപ്പ് ചെയ്ത. അതെ, ഇതുപോലെ പിന്നെ വേറെ ഈ കൗനോട് എഴുതേക്കണല്ലേ മാളു. എന്നിട്ട് പുറകിലെന്തായിരുന്നേക്കണേ തിരിച്ച് പൊക്കി പിടിച്ചേ. ഓ, സുവിയുടെ മീനിങ് എഴുതിയേക്കുന്നു അല്ലേ? നീ ഇങ്ങനെ പറ്റി കിടന്നാട്ടോ. അയ്യോടി ചക്കരേ. ഒരു ഉമ്മ കൊടുത്തേ ചേട്ടായിക്ക്, ഒരു ഉമ്മ കൊടുത്തേ. ഉമ്മാന്ന് പറഞ്ഞേ. താത്തക്കാരനാ താത്തക്കാരനാ. ഇനി എനിക്ക് തരോ? താങ്ക് യു. ഇവൻ ചേട്ടാന്നും പറയാൻ തുടങ്ങിയേ. അമ്മാമ എന്ന് പറയാൻ തുടങ്ങിയോ? അമ്മാമ പറയാൻ തുടങ്ങി. ആണോ? മാളുവിനെ അതുപോലെ ചേച്ചീനെ വിളിച്ചാറില്ല. ഇന്നലെ കറിഞ്ഞ് രാത്രിയിലാണെങ്കിൽ ഇന്നലെ കറിഞ്ഞാണെങ്കിൽ രാത്രിയിൽ അവൻ കൂവിക്കൊണ്ട് ചേട്ടാന്നാണ്. അപ്പൊ ഞാൻ ഇന്നിട്ട് അവന്റെ അടുത്ത് പോയി. അതായത് ജോണിക്കുട്ടിക്ക് എന്നാ ഇഷ്ടം? എസക്കുട്ടിനെ എന്നാന്ന് വിളിക്കുന്നത്? ചേട്ടായി ചേട്ടാന്നാണോ അല്ലെങ്കിൽ ജോണിക്കുട്ടി എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? ജോണിക്കുട്ടിയും പിന്നെ ചേട്ടനും. ഇനിയിപ്പൊ എസക്കുട്ടിനെ എടാന്ന് വിളിച്ചാലും വിളിച്ചാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യത്തില്ല. കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷെ ജോണിക്കുട്ടി ചേച്ചിമാരെ എടീന്ന് വിളിക്കത്തില്ല. അതെന്തെങ്കിലും ജോണിക്കുട്ടിക്ക് എന്തെങ്കിലും ഓർത്തോണ്ട് വിളിക്കുന്നതാണോ? അവർക്ക് കുഴപ്പമില്ല. എടീന്ന് വിളിച്ചു, വെള്ളപ്പില്ല ചക്കിയും അതോ മാളുവിന് വിളിച്ചും. പക്ഷെ ഞാൻ വിളിച്ചാറില്ല മാളു ചേച്ചി, അത് ചക്കി ചേച്ചി. ബിക്കോസ് അവർക്ക് അത്ര ഇഷ്ടമല്ല. അതായത് ഇവിടെ ടീച്ചേഴ്സിനെ വേറെ പേരാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ശീലിച്ചത് കൊണ്ട് ഈവൻ ഇവിടുത്തെ ആൾക്കാർ പൊതുവെയാണ് തന്നെ പേരാണ് വിളിക്കുന്നത്. അത് അവർ ശീലിച്ചുകൊണ്ടാണ്, റെസ്പെക്ട് ഇല്ലായ്മ കൊണ്ടൊന്നും അല്ല, ഇഷ്ടക്കുറവുള്ളതുകൊണ്ടാണ് എടീന്നൊക്കെ വിളിക്കുന്നത്. അല്ല, എനിക്ക് അതുപോലെ പെട്ടെന്ന് അതുപോലെ പറയാൻ പറ്റണേ, ഈസിയർ അതുപോലെ എനിക്ക് പറയാൻ പറ്റണേ. അതുകൊണ്ട് തൊത്തു ചെയ്തേക്കണേ. ചേച്ചിന്ന് വിളിക്കുമ്പോ അവർക്ക് വിയേർഡ് ഫീൽ ആണ്. എന്നാ ചേച്ചിന്ന് വിളിക്കുമ്പോ മാളു അത് ചക്കി കുഴപ്പമില്ല, അതുപോലെ പറഞ്ഞാലേ മാളു ചക്കി അതുപോലെ കുഴപ്പമില്ല. പക്ഷെ എടീനാണ് എന്റെ ലവ് ലാംഗ്വേജ്. കൊണ്ട് കുറച്ചേരം കളിച്ചേ, അത് കഴിഞ്ഞ് ചക്കി ചേച്ചിനെ വന്നിട്ട് നമുക്ക് പുറത്ത് പോയാലോ? അവൻ താഴെ നിർത്ത് കളിക്കും, താഴെ നിൽക്കട്ടെ. അവൻ നടക്കാനൊക്കെ തുടങ്ങി, 1-2 സ്റ്റെപ്പൊക്കെ വെച്ച് തുടങ്ങി അല്ലേ? അമ്മ വരുമ്പോഴേക്ക് നമുക്ക് അത് കുറച്ച് മുമ്പല്ലേ ഞാൻ പറഞ്ഞു. നമ്മള് ഇങ്ങോട്ട് വരും നടന്നു, മൊത്തം നടന്നില്ല, 2-3 സ്റ്റെപ്പൊക്കെ. ടാറ്റാ ടാറ്റാ ഒന്ന് നടന്നേ കാണട്ടെ. ക്യാമറ എടുക്കുന്ന സമയത്ത് നടന്ന് കാണാറില്ല. വലിയ കളിക്കാരനാ, അപ്പനെ മാറ്റി പറിച്ചുള്ള കളിയാണ്. ജോൺകുട്ടിയുടെ ടീച്ചറിനാണെങ്കിൽ ബർത്ത്ഡേ ഇന്ന്. അപ്പൊ ജോൺകുട്ടി എനിക്ക് കാർഡ് ഇതുപോലത്തെ മുന്നിലുണ്ടാക്കി. എന്നാലും ഞാൻ എനിക്ക് ഇച്ചിരി അവനെ ഹെൽപ്പ് ചെയ്ത് അകത്ത് ചെയ്യാൻ. അവരുടെ ക്ലാസ് പണ്ട ക്ലാസ് ആയതുകൊണ്ട് ഒരു പണ്ട വരച്ചു. ഓ അടിപൊളി, നല്ല ഐഡിയ ആണല്ലോ. ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? പിന്നെ ഹോംവർക്ക് ഉണ്ടോ? ചക്കി ഹോംവർക്ക് ഉണ്ടോ? ഹോംവർക്ക് ഇതാ. ആണോ? നാളെ എക്സാം ഉണ്ടോ അച്ഛനാ? നാളെ ഇല്ല, പെരിയാന്തല ഇംഗ്ലീഷിന്റെ ഉണ്ട്. ഫ്രൈഡേ അല്ലേ? പരിപാടിയെല്ലാം കഴിഞ്ഞോ? വായിക്കാനുള്ളത് അല്ലേ? നെൽക്കുത്ത് കാഡക്സണിലെ ടീച്ചറിന്റെ വയസ്സ്. എസക്കുട്ടിന് ഫുഡൊക്കെ കൊടുത്തു. അടുത്ത ട്രിപ്പ് അവന് ചെറിയൊരു ഉറക്കമൊക്കെ വരാൻ സാധ്യതയുണ്ട്. കുറച്ചേരം കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? എസക്കുട്ടി വായിക്കത്ത് വരലിരുന്ന, പക്ഷെ അവൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യത്തെ ഒരു ദിവസം ഒഴിച്ച് ബാക്കി പുള്ളി എല്ലാം ഭയങ്കര ആക്റ്റീവാണ്. ചേട്ടായുടെ വീട്ടിൽ കളിക്കാൻ വേണ്ടി പോകണോ? ചേട്ടായുടെ മേത്ത് കയറാൻ വേണ്ടി പോകണോ? ചേട്ടായുടെ മേത്ത് കയറാൻ പോകണോ? ചേട്ടായുടെ മേത്ത് കയറാൻ പോകണോ? അയ്യോ അയ്യോ, മുടിയെ പിടിക്കല്ലേ, അവനെ മുടിയെ പിടിക്കല്ലേ. അയ്യോ പിടിക്കല്ലേ, പാവ വരും. അപ്പയുടെ വയറിലെ തേശക്കുട്ടിക്ക് ഇഷ്ടം ഇറങ്ങാൻ. അവരെല്ലാ ദിവസവും വയറിനകത്ത് ഉറങ്ങണം. എപ്പൊ കാലിന്റെ അടിയിൽ പോകണം, എപ്പൊ കേറി വരണം. നിന്നോ നടക്ക്. ആ സ്റ്റെപ്പ് എടുത്തില്ലോ. ഞാൻ മക്രോണിനകത്തേക്ക് ഉണ്ടാക്കുന്നത് പിള്ളേർക്ക് ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മളിതിനകത്ത് മിക്സ്ഡ് മീറ്റും പിന്നെ ബേക്കൺ ഇട്ടിട്ടുണ്ട്, പിന്നെ വെജിറ്റബിൾസ്, പിന്നെ മക്രോണി, പിന്നെ മുട്ട,
ഇത് പലപ്പോഴും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജോണിക്കുട്ടി മക്രോണിലാതിക്ക് എങ്ങനെയുണ്ട്? ജോണിക്കുട്ടി ഇന്നലെ എന്നോട് പറഞ്ഞു ഇന്നലെ ഉണ്ടാക്കാൻ പറ്റില്ല, ഇന്നലെ ചോറുണ്ടാക്കി. ചക്കി അല്ലാണോ? പുറത്ത് നടക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറി, അതിൻ്റെ കരച്ചിലാണ്. ഉറക്കക്ഷീണം ഇപ്പം മാറും കേട്ടോ. നിങ്ങൾ ഡ്രസ്സ് ഇട്ട് പോയാൽ പപ്പ ഇതൊക്കെ മുകളിലേക്ക് നടക്കാവേ. അത് വേണ്ട വേണ്ട കൊച്ചിന് കഴിക്കാൻ പറ്റും. ഇത്ര നേരം കരച്ചിലായിരുന്നു. ഇപ്പോഴത്തെ ഇറങ്ങി കഴിഞ്ഞ് ചക്കി കളിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഓക്കെ. ഇന്ന് 2:30 ആയപ്പോഴേക്കും ആ സൺലൈറ്റ് ഒക്കെ അങ്ങ് പോയി. ഇപ്പോൾ ചെറിയ ഇരുട്ടായി തുടങ്ങി. മാള് സ്കൂളിൽ പോയിട്ട് 5 മണിയാകുമ്പോഴേക്കും വരത്തുള്ളൂ. 5 മണിയാകുമ്പോഴേക്കും ഭയങ്കര ഇരുട്ടാവും, പിന്നെ ഒത്തിരി ലേറ്റാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും താമസിക്കുന്നുണ്ട്. ആ കയറ്റിയിട്ട് കൊച്ചു കയറ്റിയിട്ട് ശരി. ഇപ്പം ഒരു -4 ഉള്ളൂ കേട്ടോ. രാവിലെ എത്ര മണി? രാവിലെ എത്ര -7 അല്ലായിരുന്നോ? ആ 7 9 ഉണ്ടായിരുന്നു. 7 ആ ഇപ്പോൾ 4 ഡിഗ്രീസ് ആണ്. മാള് വരാൻ വേണ്ടി ടൈം എടുക്കും. മാള് വരുന്നത് മാള് വരുമ്പോഴേക്കും 5 മണിയാവും. പക്ഷേ എന്നാലും കുറച്ചും കൂടി ഇരുട്ട്, ശരി നല്ല ഇരുട്ടാവും. മാളുവാണെങ്കിൽ വരണ്ട് 4 മണിക്കാണ്. ബിക്കോസ് അവർക്ക് ഏറെ തീർന്നു. ഒരു മൂവി നോക്കുന്ന ദിവസമാണ് അവർക്ക്. നമ്മളിപ്പോൾ ഒരു മണിക്കൂർ നടക്കുവാണെന്നുണ്ടെങ്കിൽ യസക്കൂട്ടൻ വന്നു കഴിയുമ്പോഴേക്കും ഫ്രഷ് ആവും. വൈകുന്നേരം നന്നായിട്ട് ഉറങ്ങും, ഫുഡ് കഴിക്കും അല്ലേ? നിങ്ങൾക്ക് വിശക്കത്തില്ല? ഇവർ ഫുഡ് കഴിച്ചായിരുന്നു. എന്നാ കഴിച്ചത് നിങ്ങൾ? അപ്പം ഉണ്ടാക്കി മക്രോണാത്തേക്ക് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇന്ത്യൻ ക്ലാസ്സിൽ മൂവി നോക്കാറുണ്ട്. വെള്ളപ്പം മാത്രം രാവിലെ അത് വൈകിട്ടും ബ്ലൂയി നോക്കാറുണ്ട്. ഫിനിഷ് വെർഷൻ. ഓക്കെ. ഓരോരുത്തരൊക്കെ ചെറുതായിട്ട് ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങി. ജോണിക്കുട്ടി സ്കൂളിൽ പോകുന്ന വഴിക്ക് കാണാറുണ്ടോ ക്രിസ്മസ് ലൈറ്റ് ഒക്കെ ഇട്ടേക്കുന്നത്? കാണാറുണ്ടോ? ഫെയറി ലൈറ്റ്സ് ഇപ്പൊ അവിടെ ഉണ്ട്. ഫെയറി ലൈറ്റ്സ് അവർക്ക് ക്രിസ്മസ് ട്രീയും ഉണ്ട് അവിടെ. അവർ പറയുകയാണ് ഇവിടെ അടുത്തുള്ളൊരു ഒരു കപ്പിൾസ് ഉണ്ട്. ഭയങ്കരമായിട്ട് അവരുടെ വീട് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര ക്രിസ്മസി ആക്കി ഭയങ്കര രസമായി കാണാൻ. ഇപ്പോഴെങ്കിലും വാക്കിന് പോകുമ്പോൾ അവിടെ പോകാൻ ഭയങ്കര രസമായിരിക്കും. ഏതാ നമ്മുടെ കണ്ടിട്ടില്ലല്ലോ അത് എനിക്ക് ഓർമ്മ. പക്ഷേ ഇവിടെ അടുത്തൊരു വീടുള്ളൊരു ആണല്ലേ? നമുക്ക് എന്താ നമ്മുടെ വീട് ഉണ്ടാക്കണ്ട ക്രിസ്മസ് ട്രീ നമുക്ക് വാങ്ങിയിടാൻ പറ്റുമോ? നമുക്ക് വാങ്ങാം, സമയമുണ്ടല്ലോ. അതായത് ജോണിക്കുട്ടി കൈ ചൂടായതുകൊണ്ട് ജോണിക്കുട്ടി ഗ്ലൗസ് ഊരി വെച്ചേക്കുവാണ്. ഇവിടെ പോസ്റ്റ് കൊണ്ടിരുന്നതാണ്. ഇതുപോലത്തെ ഇലക്ട്രിക് ബൈക്കിനകത്ത് വരുന്നത്. യസക്കൂട്ടം വലിയ താമസമില്ലാണ്ട് ഇറങ്ങും. നമുക്ക് കുറച്ച് നമ്മുടെ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ കുറേ വട്ടം കറങ്ങാം. അടുത്ത സ്ട്രീറ്റിൽ കൂടെ പോകാം. കാണാൻ നല്ല ഭംഗിയല്ലേ? എനിക്ക് മറ്റേ നമുക്ക് അറിയില്ലാത്ത സ്ട്രീറ്റ് നടന്നു പോകാൻ ഒരിക്കലും പോയിട്ടില്ലാത്ത. ഇവിടെ സമ്മർ ആകുമ്പോ എനിക്ക് കളിച്ചാൻ ഇഷ്ടമായി. ഇവിടെ എല്ലാത്തില് പോയി. ഇവിടെ ഒരു പാർക്കാണ്. നമ്മൾ സമ്മറിൽ എപ്പോഴും വരുന്നതാണ്. വീടിനടുത്തുള്ള പാർക്കാണ്. ചിലവർ പോകുന്നില്ല. ഇവിടെയും ഫയർ ഇട്ടിട്ട് വീട്ടില് ഇന്ന് ചില്ല് ചെയ്യും. ചിലവര് പുറത്ത് പോകും, ചിലര് പുറത്ത് പോകാണ്ട് വീട്ടില് ഫയർ ഒക്കെ ഇട്ടിട്ട് ചില്ല് ചെയ്യും. സ്നോബോൾ എടുത്തിട്ട് അതൊരു സ്റ്റാച്ചു ഉണ്ടാക്കും. ജോണിക്കുട്ടിക്ക് ഇഷ്ടമാണോ വിന്ററിലൊക്കെ പുറത്ത് പോകാനൊക്കെ ആയിട്ട്? വെള്ളപ്പം. ചക്കിക്കോ? ഭയങ്കര തണുപ്പല്ലെങ്കിൽ ഈ തണുപ്പ് ഓക്കെയാണോ? ഓക്കെ. -10 ഡിഗ്രി വരെ നമുക്ക് കൊച്ചുങ്ങളെയും കൊണ്ട് പുറത്ത് പോകുന്നതിന് ഒന്നും കുഴപ്പമില്ല, കുഞ്ഞു പിള്ളേരെയും കൊണ്ട്. കാറ്റുണ്ടെങ്കിൽ ഇതേപോലെ സ്നോ നിൽക്കത്തില്ല. 2 ദിവസമായിട്ട് കാറ്റൊന്നുമില്ല അല്ലേ? ഈ സൈഡ് അല്ലേ? പട്ടീനെ തുടർന്ന് തോന്നണോ? ആ പട്ടി പോട്ടെ. അഡിക്റ്റ് പറഞ്ഞ അഡിക്റ്റാ പട്ടിക്ക്. ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് പട്ടീനെ ഇഷ്ടം. ജോണിക്കുട്ടിക്ക് പട്ടീനെ ഭയങ്കര ഇഷ്ടമാണോ? ഇപ്പം മടിയിരിക്കുമ്പോ അവരുടെ വെള്ളപ്പിന് സ്ട്രെച്ച് അവരുടെ നഖം പുറത്തു വരും. അല്ലെങ്കിൽ അത് കട്ട് ചെയ്താണ്. പട്ടികളില്ലേ,
അപ്പം അവൻ്റെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ പുറത്ത് പോകുമ്പോൾ പട്ടി കൊണ്ട് പോണ ആൾക്കാരെ അവൻ പറഞ്ഞു നമുക്ക് അവനെ തുടരാം. അവൻ്റെ ഇഷ്ടമല്ല. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ അപ്പം ഞാനും തുടങ്ങും. എനിക്കും ഇഷ്ടമല്ല പട്ടികളെ. അപ്പം ഞാനും തുടരാൻ തുടങ്ങി. വേറെ വന്നുള്ളൂ. പുറത്തിറങ്ങി 5 മിനിറ്റ് ആയപ്പോഴേക്കും അവൻ ഉറങ്ങി. വാ കൈ തണുക്കാൻ തുടങ്ങിയില്ലേ ജോണിക്കുട്ടി? എൻ്റെ പോക്കറ്റിൽ നല്ല ഗ്ലൗസ് എടുത്തത് വെള്ളമുണ്ട്. ഗ്ലൗസ് എടുത്തത് നല്ല വളമാക്കും. അതുകൊണ്ടാണ് നമ്മൾ വേണമെങ്കിൽ മടി പിടിച്ച് വേണമെങ്കിൽ വീട്ടിൽ ഇരിക്കാം. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാകുമ്പോഴേക്കും നമ്മൾ ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യാത്തൊരു ഫീലാവും. കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു ചെയ്യാൻ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു മണിക്കൂർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആശ്വാസമാണ്. പ്രത്യേകിച്ച് എക്സസൈസ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നില്ലല്ലോ. അതായിട്ട് സ്നോ വീഴാൻ തുടങ്ങി. ചക്കിൻ്റെ ജാക്കിൻ്റെ ബ്ലാക്കിലായിട്ട് കറക്റ്റ് കാണാൻ പറ്റും സ്നോ വീണുകൊണ്ടിരിക്കുന്നത്. ഷേപ്പുള്ള സ്നോയാണ് വീഴുന്നത്. ഇതാണ് കണ്ടോ, റിയൽ സ്നോയുടെ ഷേപ്പ് കണ്ടോ. എൻ്റെ ഡേ കെയറിൽ മറ്റേ നമുക്ക് ഡേ കെയറിന് വറീന് പോകാൻ പറ്റും. എൻ്റെ ഡേ കെയർ എനിക്ക് കാണാം. ഞാൻ സ്കൂളിലല്ലേ കാണുന്നുണ്ട് പണ്ടത്തെ ഡേ കെയറിങ്. ബിക്കോസ് കുറെ നാളെ അവരെന്തെങ്കിലും ചേഞ്ച് ചെയ്യണം, എനിക്ക് കാണണം. ആണോ? നെക്സ്റ്റ് തൊഴിയാണ് കൊടുക്കണ്ടേ? ഭയങ്കര അത് കണ്ടോ? എല്ലാം ഉണ്ട്, ഒത്തിരി ഉണ്ട്. പെർഫെക്റ്റ് ഉണ്ടല്ലോ. ആ മരത്തിന്റെ മുകളിൽ എന്തോരം കാക്കളായിരിക്കണെന്നൊക്കെ. തിന്നും ഉറങ്ങും കരയും. അതാണ് അവന്റെ പരിപാടി. ജോണിക്കുട്ടി ചെറുതായപ്പോ അങ്ങനെയാ. പിന്നെ കളിക്കത്തില്ലേ? അതും ഞാൻ പറഞ്ഞു. ആണോ? അതായത് അവർക്ക് അവരുടെ വികാരങ്ങൾ കരഞ്ഞല്ലേ തീർക്കാൻ പറ്റത്തുള്ളൂ, സംസാരിക്കാറായിട്ടില്ലല്ലോ. കുറച്ചറിയാം. മമ്മ, പപ്പ, അമ്മമ്മ, ചേട്ടാ, ചേട്ടാ, ബബ്ബ, ബബ്ബ. ഇത് കോക്കോമെലൻ പറയാൻ അറിയില്ല. ഷോ ഫേവറേറ്റ് കോക്കോമെലൻ അവന്റെ ഫേവറേറ്റ് ഷോ അവന്റെ കോക്കോമെലന്. ഇവര് കോക്കോമെലൻ പാടിയാണ് ഉറക്കുന്നത് അല്ലേ? അത് കരയുമ്പോ കോക്കോമെലൻ പങ്കരായിട്ട് കരയുമ്പോ 3 വട്ടം കോക്കോമെലൻ പറഞ്ഞ കുറച്ച് മീഡിയം ആയിട്ട് കരയുമ്പോ 2 എണ്ണം, കുറച്ച് കരയുമ്പോ 1 എണ്ണം പറഞ്ഞു 1 വട്ടം കോക്കോമെലൻ. അപ്പൊ കറിയാതെ അവനവർക്കും നമ്മൾ കോക്കോബിലെ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കണം. ചക്കയും പാടി കൊടുക്കും അല്ലേ? നല്ല ഉറക്കം കേട്ടോ. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂറോളമായി പുറത്ത്. വീട്ടിൽ പോകുന്നത് എന്താ ചെയ്യുന്നറിയോ? പപ്പ പറ്റുമെങ്കിൽ ഫയർ ഉണ്ടാക്കാൻ പറ്റും അവിടെ. എന്നിട്ട് എനിക്ക് വായിച്ചെന്ന ഫുള്ളാ ബുക്ക്. ബിക്കോസ് നാളെ എന്തായാലും ഞാൻ ഒന്നേടി കിരിയാസ്തോപ്പയിൽ പോയിട്ട് കിരിയാസ്തോയിൽ പോയിട്ട് എനിക്ക് ബുക്ക് എടുക്കാൻ. അപ്പൊ ഞാൻ ഇന്ന് തീർക്കും. സ്കൂളിൽ പോണേ. ഒരു കാർഡാണ് കൊണ്ടുപോണേ. എൻ്റെ കയ്യിൽ കാർഡുണ്ട്. ഞാൻ പോകുക. ഞാൻ വെയിറ്റ് ചെയ്യുക എൻ്റെ ബർത്ത്ഡേ ഫസ്റ്റ് ഡേയിൽ എനിക്കൊന്നും ചെയ്യണ്ട, നമ്മൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യും. അതുപോലെ എന്നിട്ട് നെക്സ്റ്റ് ദിവസം എൻ്റെ ബർത്ത്ഡേ എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് വേണം. എൻ്റെ ഇംഗ്ലീഷ് ഫിനിഷ് ഫ്രണ്ടിനെ അവരുടെ കൂട്ടത്തിൽ കളിച്ചു. കഴിഞ്ഞ വർഷം ഇതേപോലെ സ്നോ ഇരുന്ന സമയങ്ങൾ കുറവായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം സ്നോ കുറവായിരുന്നു. സമ്മറിൽ പിള്ളേർ എപ്പോഴും വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. വിൻ്ററിലും ആൾക്കാർ വരും കേട്ടോ. ചക്കേൻ്റെ മുകളിൽ കയറിയോ? പയ്യെ ഓർന്ന് വന്നാൽ മതി, സൂക്ഷിച്ച്. പോരെ കുറച്ച് പാടാ, തെന്നാൻ പാടാ അല്ലേ? യെസ്. ബ്രെയിൻ ഓർക്കണത് ഭയങ്കര ഫാസ്റ്റ് പോവാ.
തല ഇറങ്ങുന്നുണ്ടോന്നേ? നീ ഓപ്പോസിറ്റിലൂടെ ഇറങ്ങാം. എസക്കുട്ടി നല്ല ഉറക്കത്തിലാ. ഒരു 2 മണിക്കൂറെങ്കിലും സുഖമായിട്ട് ഉറങ്ങിക്കോളും. നോക്കട്ടെ, നല്ല ഉറക്ക. എങ്ങനെ നമുക്ക് പോയാലോ? കുറേ നേരമായില്ലേ? ടാക്സി എടുക്കാന്നുണ്ടോ? നമ്മൾ എത്തിയാലും ഇപ്പൊ തന്നെ എത്തുമല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയപ്പോഴേക്ക് എസക്കൂട്ടിന് എണീറ്റു. വീട്ടിൽ കയറാൻ പോണേ. വാ, എന്നാ ചെയ്യുന്നേ? വാ, കയറി വാ. ബസ് കെട്ടി ഇവിടെ ജാക്കറ്റ് മാറി. ഇപ്പൊ ഒരു കുഞ്ഞിക്കരച്ചിലൊക്കെ കരഞ്ഞു. പുറത്തുനിന്ന് കയറി നിന്നപ്പോൾ ചെറിയ തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തീ ഇട്ടു. ഇല്ല, പപ്പ ഇത് വെച്ചത് കുന്തിരിക്കം പോച്ചായിരുന്നു. എസക്കൂട്ടിന് വിശക്കുന്നുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറോളം പുറത്തായിരുന്നു. ആരെടുക്കും അവന് പങ്കിലായിട്ട് വേണം. ചക്കരക്കല്ല എന്നിട്ട് അവൻ എന്റെ മേത്ത് ചാടി വന്നു. അപ്പൊ അവന് ഇങ്ങനെ പിടിച്ചറിയോ, കറുത്ത കെട്ടി പിടിച്ചിരുന്നേ മുറുക്കെ, ആരും അവന് തൊടാതെ. എന്നിട്ട് കെട്ടി പിടിച്ചിരുന്നിട്ട് അവന് ഉറക്കം വരുമ്പോ അവന് ഇവിടെ നിന്നിട്ട് തല ഇതുപോലെ ചാഞ്ഞിണ്ടു ഇവിടെ. അപ്പൊ അവൻ കുറച്ച് വട്ടം തിന്നാളു. എന്നിട്ട് അവന് പപ്പയ്ക്ക് കൊടുത്തപ്പോ അവൻ താമസിച്ചല്ലോ. അത് ഇന്ന് കെറഹം ഉണ്ടായിരുന്നു, മറ്റേ ആഫ്റ്റർ സ്കൂൾ ഹോബി പോലെ. തിരിച്ചു വരുമ്പോണ്ടായിരുന്നു. ഞാൻ 3 ഒരു ക്രിസ്മസ് ട്രീന്റെ ഒരു ബബിള്, ഒരു കുഞ്ഞു ബബിള്. ചേച്ചിയുടെ മേത്തേക്ക് കേറിയോ? അവൻ ടാറ്റ കയറി. അവനെല്ലാം ടാറ്റ ടാറ്റ ടാറ്റ. ഒന്നും കഴിച്ചില്ലോ? ഇല്ല. വീഡിയോ കണ്ടോണ്ട് മമ്മേനെ കുറിച്ച് ജഡ്ജ് ചെയ്യുക അല്ലേ? ആള് സ്കിന്നിനൊപ്പം മീൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്റെ കോക്കോമെലൻ കുട്ടൻ ഇവിടെയുണ്ട് അല്ലേ? യോണിക്കുട്ടി, നീ മുടി വെച്ചേക്കുന്നേടാ? മുടി എന്നാ വെച്ചേക്കുന്നേ? നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഞാൻ കഴിച്ചു നോക്കിയില്ല, ഞാൻ കഴിക്കാൻ പോകുന്നില്ല. എസക്കോട്ടിനായിട്ട് കൈ വിരിക്കുക അല്ലേ? എന്നാ മോനെ? നാളെ ഇവർക്ക് അവരുടെ ടീച്ചറെ പോലെ ഡ്രസ് ചെയ്യണം, ടീച്ചർമാര് പിള്ളേരെ പോലെ ഡ്രസ് ചെയ്യണം. എനിക്കറിയാം ഒരു ബോയ് ടീച്ചറെ പോലെ. ബോയ് ടീച്ചർ എങ്ങനെയാ വരുന്നത് അവിടെ സ്കൂളിൽ? എങ്ങനെയാ പഠിപ്പിക്കുന്നത്? ഷർട്ടൊക്കെ ഇട്ടിട്ട് പോണേ. നിങ്ങളുടെ പ്രിൻസിപ്പള് ഷർട്ടൊക്കെ ഇട്ടല്ലേ വരുന്നേ? കൈ പിച്ചോ? നീ കൈ പിച്ചോ? വൈറ്റാണോ? മാളു എങ്ങനെയാ? അതായത് ബിരിയാണിയുടെ മണമൊക്കെ അടിച്ചപ്പോഴേക്കും എസക്കോട്ടൻ കയറി ബിരിയാണിയിൽ ഒരു ഒറ്റപ്പെടുത്തം പിടിച്ചു. വണ്ടി വരും. പിന്നെ നമ്മള് കൂസിക്ക് പോണം, അവിടെ ഫുൾ ഫാമിലി പോണം. പിന്നെ എനിക്ക് ടീച്ചറായിട്ട് പോണം അവിടെ. അടിപൊളി ബിരിയാണി. എസക്കോട്ടിന്റെ സീറ്റ് എഴുതി. അമ്മ 5 മണിയിലാ. അവിടെ സമയം 5 മണിയേ ഉള്ളൂ. സ്പെഷ്യല് മമ്മ അവിടെ എവിടെയൊക്കെ പോയിന്ന് പറഞ്ഞേ. വൈകിട്ട് വിളിക്കും. ഇവിടെ അവിടെ 2 hours earlier. ബൈക്ക് ലേറ്റാ. അങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നോ? നല്ലായിരുന്നു. എല്ലാം ഒരു കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിട്ട് പോയി അല്ലേ? അങ്ങനെ ഇന്ന് ഇവര് അങ്ങനെ മമ്മ ഇട്ട വീഡിയോസ് ഒക്കെ കണ്ടു. ഇവരുടെ വിളിച്ചപ്പോ ഇവർ എന്തൊക്കെയോ വിഷസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വന്നേടാ കക്ക, വന്നേ.
അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.